പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദരി മാതാവ് സമയത്തിനധികമായി പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, കൃപ വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ച് ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമ്മുടെ ഇന്നലെയും കൃപാസനത്തിലെ ഒരു മോള് കൃപാസനത്തിൽ കാല് കുത്തിയപ്പോൾ തന്നെ സുഗന്ധാഭിഷേകം ഉണ്ടായെന്ന് പറഞ്ഞു. ഈ പലപ്പോഴും ആൾക്കാർ സുഗന്ധാഭിഷേകത്തെക്കുറിച്ച് പറയുമ്പോഴേ ഒത്തിരി പേർക്ക് ഇത് പുറത്തുള്ള എല്ലാവർക്കും തന്നെ ഇതൊരു അവിശ്വാസമായിട്ട് തോന്നും. നമ്മുടെ ഷാജിസിൻ്റെ തുമ്പച്ചരച്ചൻ്റെ സുഗന്ധവാഹിനി അമ്മ എന്നുള്ള പാട്ടില്ലേ, ആ പാട്ടിറങ്ങിയപ്പോൾ ചില സെമിനാരി ആ പാട്ട് പാടിക്കത്തില്ലായിരുന്നു. അതിൻ്റെ കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും അക്കാഡമിക്കൽ എറർ ഉണ്ടെന്ന് കണ്ടിട്ടായിരിക്കും അത് പറയാതിരുന്നത്, പഠിക്കാതിരുന്നത്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതേ, നമ്മളുടെ അറിവിൻ്റെ
അതായത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളുടെ അപ്പുറത്ത് ഒത്തിരിയേറെ ആധ്യാത്മിക അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരിക്കലേ ചെല്ലാനം എന്ന് പറഞ്ഞൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയി. ചെല്ലാനം നിങ്ങൾക്കൊക്കെ ഫേമസ് സ്ഥലമാണ്. ഞാൻ ആ ഇടവകയിൽ 11 ധ്യാനം നടത്തിയിട്ടുണ്ട്. എനിക്ക് കൊച്ചുരൂപതയോട് പ്രത്യേക കടപ്പാടുള്ളത് എൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിലൊക്കെ എന്നെ എപ്പോഴും ധ്യാനത്തിന് വിളിച്ചുകൊണ്ടിരുന്ന കൊച്ചുരൂപതയാണ്. ഈ ഒരു ഇടവകയിൽ 11 ധ്യാനം നടത്തിയിട്ടുണ്ടെങ്കിൽ 11 വർഷം അടുപ്പിച്ച് ധ്യാനിപ്പിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ ഒരു ദിവസം അവിടെ ഒരു കൊച്ചു പള്ളി, കായലിൻ്റെ നടുക്ക് കുറേ ചിറകളാണ്, ചിറയും തോടും വെള്ളവും ഒക്കെയാണ്. അപ്പോൾ കായലിൻ്റെ നടുക്ക് ഒരു പള്ളി, ചാപ്പൽ അവർ നിർമ്മിച്ചു, ഇടവക്കാർ, കുരിശുപള്ളി. അപ്പോൾ ആദ്യമായത് കാരണം പള്ളി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതിനനുബന്ധമായിട്ട് അവർ ധ്യാനം വഹിച്ചു. അപ്പോൾ എന്നെ വന്ന് വിളിച്ച്, അപ്പോൾ അത് ആ ഒരു ചാപ്പലാണ് ശരിക്കും. അപ്പോൾ ഞാൻ ധ്യാനിപ്പിക്കാൻ നേരിട്ട്. പക്ഷേ നമ്മുടെ റോഡിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ, റോഡിൽ നിന്ന് 1 കിലോമീറ്റർ ചിറപ്പുറത്ത് കൂടി ഉള്ളിലോട്ട് പോയെങ്കിലാണ് ഈ പള്ളി. കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ ചെന്ന ദിവസം ഭയങ്കര ഇടിയും വെട്ടി മഴ പെയ്തു. അപ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ പ്രദേശം മുഴുവനും ചിറയെല്ലാം മുങ്ങി കായലും കരയും അറിയാതെ ഇങ്ങനെ മുഴുവൻ മൊത്തം വെള്ളമായിട്ട് കിടക്കുക. നമ്മളൊരു കടലിലോട്ട് നോക്കണ പോലെ ഇരിക്കും. അപ്പം ഞാനവിടെ ദൈവത്തിന് അറിയാമായിരുന്നില്ല ഈ ഇത്രയും കഷ്ടപ്പാടാണ് ധ്യാനമെന്ന്. അത് രസത്തില്ല, വിചാരിച്ചപ്പോഴും വന്നില്ല ആ ധ്യാനത്തിന്. ആൾക്കാർ തന്നെ വളരെ വളരെ അപൂർവം ആൾക്കാരാണ് വന്നത്. ഈ വലിയ വലിയ കാര്യങ്ങൾക്ക് ചില സമയത്ത് ആൾക്കാർ കുറയും. അൽഫോൻസാമ്മയുടെ അടക്കത്തിനൊക്കെ 50 പേരെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും അതിരുന്ന് നോക്കും. ആ 50 പേരെന്ന് പറയുന്നത് പുണ്യപ്പെട്ട മനുഷ്യരാണ്. അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾക്ക് ആൾക്കാരെ ദൈവം തന്നെ ചുരുക്കിക്കളയും. എന്ന് വെച്ചാൽ നമുക്ക് തോന്നും നമുക്കെതിരെ എന്തോ നമ്മുടെ കൈയിരിപ്പ് കൊണ്ട് എന്തോ കുഴപ്പം സംഭവിച്ചതാണെന്ന് തോന്നും. അന്ന് എൻ്റെ കാര്യം ചില വലിയ കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു എഡിറ്റിങ് വരും. അതാണ് ഈശോ പറഞ്ഞത്, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. അപ്പം നീ ഇപ്പോൾ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ സമയം. ഇപ്പം ഇന്ന് കൃപാസനത്തിലൊരു സാക്ഷ്യം ഉണ്ടായെന്നറിയാമോ? ഒരു ചെറുപ്പക്കാരത്തിയാണ്. അവൾ പറഞ്ഞത്, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു, ഉടമ്പടി 3 പുതുക്കി. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തില്ല. കാര്യം എനിക്ക് ഈ പത്രം കൊണ്ടടന്ന് കൊടുക്കണമെന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര ചമ്മല. പത്രം കൊടുക്കണം, പിന്നെ എനിക്ക് രാവിലേക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. രാവിലേക്ക് എഴുന്നേക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാലം ഈ ജന്മത്തിൽ ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് തോന്നി, ശരിക്കും പറഞ്ഞാൽ മാതാവ് ഈ ഉടമ്പടി തന്ന കാലത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നു അതേ ഇപ്പോഴും ഉള്ളേ. മാതാവ് ഉടമ്പടി തന്ന കാലത്തുള്ളതാണ് ഈ പത്രം കൊണ്ടുനടന്ന് കൊടുക്കുക, അതുപോലെ തന്നെ രാവിലെ 5:30 എഴുന്നേൽക്കുക എന്നുള്ളതെല്ലാം. അപ്പം മാതാവ് ആരെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നടത്താം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത് മുതൽ മുടക്കാൻ കഴിയാത്തവൻ പുറത്ത് തന്നെ നിൽക്കണമെന്ന് തന്നെയാണ് മാതാവ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് മുതൽ മുടക്കാൻ കഴിയുള്ളവൻ അതിനുവേണ്ടി
അതിൻ്റെ ഭാഗഭാഗത്വവും ഗുണഭോക്താവും ആകണം. അപ്പം നിങ്ങളെ ഈ ചെറിയ അജഗണം എന്ന വചനം എടുത്ത് ലൂക്ക 12:32 ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നമ്മൾ ചില സ്ഥലത്ത് നമ്മളുടെ സാക്ഷ്യത്തിൻ്റെ പേരിൽ ചില സമയത്ത് നമ്മളെ സപ്പോർട്ടേഴ്സ് കുറയും. ഇപ്പം ഞാനൊക്കെ ആദ്യം ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ 0 സപ്പോർട്ടേഴ്സായിരുന്നു. ഓരോ വിഷയത്തിനും അങ്ങനെയായിരുന്നു. ഓരോ വിഷയത്തിനും എല്ലാം ദൈവത്തിൻ്റെ ഓരോ കാര്യം ഉടമ്പടി അതിന് മുമ്പ് ഞാൻ കടലോരം നടത്തുമായിരുന്നു. എല്ലാം പുതിയ ശുശ്രൂഷകളാണ് കർത്താവ് ഏൽപ്പിച്ചത്. പക്ഷെ അതിനെല്ലാം ആദ്യം നമുക്കൊരു സപ്പോർട്ടും കിട്ടത്തില്ല. നല്ല സപ്പോർട്ടാകുമ്പോൾ ഞാനത് നിർത്തിക്കളെ. അതിൻ്റെ കാര്യം അതിൻ്റെ എന്താ പറഞ്ഞ ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ച് നൽകാൻ പ്രസാദിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ ഈ നമ്മളെ ചെറിയ ഒരു ഞെരുങ്ങിയ സാഹചര്യങ്ങളിൽ, കുറഞ്ഞ സാഹചര്യങ്ങളിൽ, പേരില്ലാത്ത സാഹചര്യങ്ങളിൽ, ആകർഷണമല്ലാത്ത സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷം സാക്ഷിക്കുമ്പോൾ അത് പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ച് നൽകാൻ പ്രസാദിച്ചിരിക്കണമെന്നാണ്. ദൈവത്തിൻ്റെ പ്രസാദം വരണത്. അപ്പം എപ്പോഴും ഒരിക്കലും ഓർക്കണം ചില ഇപ്പം നമുക്ക് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോൾ പലപ്പോഴും അംഗീകാരം കിട്ടണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരത് അംഗീകരിക്കണമെന്നോ ഏറ്റെടുക്കണമെന്നോ ഒരു നിർബന്ധമില്ല. ഏറ്റെടുക്കാത്തൊരു കാലവും അംഗീകരിക്കാത്തൊരു കാലവും ആയിരിക്കും കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ കാലം. ഞാൻ ആ ചെല്ലാനങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, അത് നാളെ പറയാം. ഇപ്പോഴേ ഈ ആശയം കറക്റ്റായിരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിന്നെ അവർക്ക് നോക്കി രണ്ടാമത് മാർക്കിടാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ട് പോലെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയർ ബാക്ക് ആകുമല്ലോ എന്ന് പേടിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പുതിയൊരു റൂള് ഗവൺമെൻറ് ഉണ്ടാക്കി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ റൂള് വന്ന് തിയറിക്ക് പണ്ട് കൊറോണയ്ക്ക് മുമ്പ് തിയറിക്ക് 40%, പ്രാക്ടിക്കലിന് 60% ആയിരുന്നു. അത് കൊറോണയ്ക്ക് ശേഷം തിയറിക്ക് 50%, പ്രാക്ടിക്കലിന് 50% മാർക്ക് വേണമെന്നായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച ഒരു റൂള് വന്ന് പഴയതുപോലെ 2019 കയറിയ പിള്ളേർക്ക് 3-ാമത്തെ വർഷത്തേക്ക് മാത്രം 40%, 60% എടുക്കാമെന്ന്. അങ്ങനെ വന്നപ്പോൾ മോൻ പാസ്സായി. ഈ വ്യാഴാഴ്ച പുതിയ മാർക്ക് ലിസ്റ്റ് വന്ന് മോൻ പാസ്സായതായിട്ട് മാർക്ക് ലിസ്റ്റ് വന്ന്. പിന്നെ എൻ്റെ മോൻ ഞാൻ നന്ദി പറയുന്നു, ഒത്തിരി നന്ദി പറയുന്നു മാതാവിനെ.
അത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, മോനെ ഇനി എല്ലാ പിള്ളേരും പാസ്സായി പോകുമ്പോൾ ഇവന് മാത്രം വിഷമം വരില്ല എന്നോർത്ത്. പിന്നെ എൻ്റെ മോൾക്ക് കഴിഞ്ഞ ജൂണിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി. ഇവൾ ഓടിച്ച സ്കൂട്ടറിലോട്ട് വന്ന് ബസ് വന്ന് ഇടിച്ച്, എന്നിട്ട് മിറർ വന്ന് ബസ്സിൻ്റെ ഇടിച്ചുകൊണ്ട് വണ്ടി തെറിച്ച് ഇവളും അതിൽ നിന്ന് തെറിച്ച് ടയറിൽ വന്ന് മുട്ടി. ഇവൾ റോഡിലോട്ട് തെറിച്ച് വീണ്. ദൈവാനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ അതിന് മുമ്പ് ഞാൻ 2 ആഴ്ച മുമ്പ് മാതാവിന് ഞാനിങ്ങനെ ഒരു വഴിയിലിങ്ങനെ മാതാവ് നിൽക്കണതായിട്ട് ഞാൻ കാണുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മാതാവ് എന്താ സംഭവിക്കാൻ പോകണം, എന്തോ സംഭവിക്കാൻ പോകണമെന്ന് എൻ്റെ മനസ്സിൽ നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ വിടുമ്പോൾ തന്നെ നെറ്റിയിൽ തൈലം പുരട്ടിയാണ് വിടണത്. അന്നത്തെ ദിവസം ഞാൻ രാവിലെ തൈലവും പുരട്ടി ഉപ്പും കൊടുത്ത് തേനും കൊടുത്ത് അവളെ യാത്രയാക്കി ഗേറ്റ് അടക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ആരോ പറയണ കർത്താവിൻ്റെ സംരക്ഷണം സങ്കീർത്തനം 91 വായിക്കുന്നു. ഞാനത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് തിരിഞ്ഞില്ല. 10 മിനിറ്റ്, ശരിക്കും 20 മിനിറ്റ് വേണം വീട്ടിൽ നിന്ന് അവിടെ എത്താൻ. 10 മിനിറ്റ് ആയപ്പോൾ തന്നെ അവൻ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഇത്ര പെട്ടെന്ന് എത്തിയാന്ന് ചോദിച്ചു. പറഞ്ഞു, ഒരു ആക്സിഡൻറ്റ് പറ്റി, കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിയണമെന്ന് മുട്ടുകയിൽ ഒരു ചെറിയൊരു ഹെയർ ലൈനായിട്ടൊരു ക്രാക്കുണ്ട്, തലയിലൊരു ചെറിയൊരു ക്രാക്കുണ്ട്. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല, എന്നാലും പ്ലാസ്റ്റർ ഇട്ട്. പിന്നെ കൈയുടെ ഈ ഭാഗത്തായിട്ട്, കാണാത്ത ഭാഗത്തായിട്ട് ഒരു റോട്ടിലോട്ട് ഒരഞ്ഞതുകൊണ്ട് ഒരു ഫ്രിക്ഷണൽ ബേൺ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പം മോള് സുഖം പ്രാപിച്ചു. ഇപ്പം 4.5 മാസമായി വീണ്ടും ഓഫീസിൽ പോകാൻ തുടങ്ങി. മാതാവാണ് ആ മരണത്തിൽ നിന്ന് പോലും മാതാവ് രക്ഷിച്ചതായിട്ട് എനിക്ക് വ്യക്തമായിട്ട് കാണിച്ചു തന്നു. ഒത്തിരി നന്ദി പറയുന്നു ഈ അനുഗ്രഹം കിട്ടിയതിന്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം, ഞാൻ തമിഴ് പത്രവും മേടിക്കാറുണ്ട്. വല്ലാർപാടം പള്ളിയിൽ ടൂറിസ്റ്റായിട്ട് വന്ന തമിഴന്മാർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ മലയാളം പത്രം, ഓരോ പത്രം കിട്ടിക്കഴിയുമ്പോൾ തന്നെ അന്ന് തന്നെ 2 ദിവസത്തിനുള്ളിൽ ഞങ്ങളത് ഉച്ചത്തിൽ വായിക്കും പ്രാർത്ഥനയുടെ സമയത്ത്. പിന്നെ ഓരോന്നും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മടക്കി ഓരോരുത്തർക്കായിട്ട് ഞാൻ എത്രയും വേഗം തന്നെ അത് കൊടുത്തു തീർക്കും. പിറ്റേ ദിവസം തന്നെ അത് കൊടുത്തു തീർക്കാൻ നോക്കാറുണ്ട്. ഒന്നും ഞാൻ പിന്നെ അത് വച്ചേക്കാറില്ല. പിന്നെ വസ്ത്രമായിട്ടും ഭക്ഷണമായിട്ടും പൈസയായിട്ടും ഞാൻ ആവശ്യമില്ല എല്ലാവർക്കും ഞാനത് കൊടുക്കാറുണ്ട്. ഇനിയും മാതാവിൻ്റെ അനുഗ്രഹം, മാതാവ് കൂടെയുള്ള ഒരു അനുഭവമാണ് ഉടമ്പടി എടുത്ത് അന്ന് മുതലേ എനിക്കുണ്ടായിട്ടുള്ളത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1 കോടി നന്ദി. അമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുവാൻ തന്ന കൃപയ്ക്കായി 1000 നന്ദി അമ്മേ. എൻ്റെ പേര് ഷാളറ്റ്, ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. എനിക്ക് 35 വർഷമായിട്ട് സൈനസൈറ്റിസ് എന്നൊരു രോഗമുണ്ടായിരുന്നു. 2 വലിയ ഹോസ്പിറ്റലുകളിൽ എനിക്ക് സർജറിക്ക് എന്നെ കയറ്റി. സർജറിയുടെ എല്ലാ സ്റ്റേജുകളിൽ എന്നെ കടന്നെത്തിയപ്പോഴും എൻ്റെ സർജറി അത് പൂർത്തിയാക്കുവാൻ സാധിക്കാതെ എന്നെ പുറത്തിറക്കുകയും വെല്ലൂർ കൊണ്ടുപോകുവാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. സാധാരണ സർജറി എനിക്ക് പറ്റില്ല, ഓപ്പൺ സർജറി മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ സർജറിയെ ഭയന്ന് ഞാൻ പോയില്ല. എനിക്ക് കടുത്ത വെയിൽ അല്പം വെയിൽ കൊണ്ടാലോ, അല്പം തലയിൽ എണ്ണ തേച്ചാലോ, അല്പം തണുപ്പ് കുടിച്ചാലോ, തണുത്ത കാലാവസ്ഥയിലും എല്ലാം ഈ രോഗം എന്നെ വളരെ വിഷമിക്കുകയും വേട്ടയാടുകയും ചെയ്യും. ഞാൻ ആൻറ്റിബയോട്ടിക് എടുത്താണ് തുടർച്ചയായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്നേ വരെ ആ രോഗം എന്നെ ബാധിക്കുകയോ ഒരു പാരസെറ്റമോൾ പോലും കഴിക്കേണ്ട അവസ്ഥ ദൈവം എനിക്ക് തന്നിട്ടില്ല. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് എൻ്റെ വലിയൊരു രോഗസൗഖ്യമാണ്. എനിക്ക് പിത്താശയം മുഴകൾ, പിത്താശയത്തിൽ സ്റ്റോൺ നിറയുകയും പിത്താശയത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ എനിക്ക് സർജറി പറയുകയും സർജറിക്ക് ഞാൻ അഡ്മിറ്റാകുകയും സർജറി വേഷം തൊട്ട് അനസ്തേഷ്യ വരെ തന്നതാണ്. പക്ഷേ ലാസ്റ്റ് എടുത്ത ഒരു ടെസ്റ്റിൽ എന്തോ ഒരു സംശയം തോന്നിയിട്ട് അവർ വീണ്ടും പിന്നീട് കൂടുതൽ ടെസ്റ്റുകൾ കഴിയുകയും എൻ്റെ ലിവറിലും എൻ്റെ കിഡ്നിയുടെ മുകളിലും കുറച്ച് 5-6 മുഴകൾ കാണുകയും എൻ്റെ സർജറി മാറ്റിവെക്കുകയും ചെയ്തു. അത് ക്യാൻസറാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. 6 മാസം കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റ്
വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയുടെ സന്നിധിയിലൊന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ജോസഫ് അച്ഛനൊക്കെ ഒന്ന് കാണുകയും അച്ഛൻ തൈലം തേച്ച് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, സാക്ഷ്യം പറയണം എന്നും പറഞ്ഞു. ആ വിശ്വാസത്തിൽ അമ്മയുടെ പ്രാർത്ഥനയിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. 6 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെയും ടെസ്റ്റ് ചെയ്യാൻ പോയില്ല മുഴകളെക്കുറിച്ച്. ആ ടെസ്റ്റ് വീണ്ടും എടുക്കാൻ ഞാൻ പോയില്ല. പക്ഷേ അതിനെ സംബന്ധിക്കുന്ന ഒരു വേദന എനിക്കില്ല. പിത്താശയത്തിൻ്റെ